സ്റ്റുഡൻസ്, അടുത്ത ചാപ്റ്റർ തുടങ്ങുകയാണ്. അടുത്ത ചാപ്റ്ററിൻ്റെ പേരാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ നേരത്തെ നോക്കിയത് ഡേറ്റ ടൈപ്പ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന ചാപ്റ്ററാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ചാപ്റ്ററാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് ഫസ്റ്റ് നമുക്ക് രണ്ട് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും. അതിലൊന്നാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും പറയും. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. പിന്നെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. Decision making or selection stage. Decision making statement or selection statement. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റോ എക്സിക്യൂട്ട് ചെയ്യുക. ഒന്നുകൂടെ പറയാം, ഒരു കണ്ടീഷൻ്റെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒന്നിൽ കൂടുതലോ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ selected execution of statements. It is used for selected execution of statements depend on a condition. Depend on a condition. കണ്ടീഷൻ നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്നും പറയാം. ഒരു കണ്ടീഷൻ്റെ റിസൾട്ടിന് ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ട് ആ കണ്ടീഷൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഡിസിഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് വരുന്നതാണ് ഡിസിഷണൽ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെലക്റ്റഡ് എക്സിക്യൂഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിപ്പെൻഡ് ഓൺ എ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ജനറൽ സിൻടാക്സ് അല്ലെങ്കിൽ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇഫ് എല്ലാം സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ പറയുന്നതാണ്, വേറൊരു പേരാണ് കണ്ടീഷൻ. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് അതായത്
ആദ്യം നമ്മൾ ഈ കണ്ടീഷൻ തന്നേക്കുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷന് 2 ഔട്ട്പുട്ടേ വരത്തുള്ളൂ. ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ. ഇൻ ദ കേസ് ഓഫ് സിമ്പിൾ ഇഫ് എന്ന് പറയുന്ന വേറൊരു പേരാണ് സിമ്പിൾ ഇഫ് എന്നും പറയും. സിമ്പിൾ ഇഫ്. അപ്പം ഇഫ് കണ്ടീഷൻ ട്രൂ, ഇവിടെ ഒറ്റ ഒരു ഔട്ട്പുട്ടേ വരത്തുള്ളൂ, ട്രൂ ആണെങ്കിൽ മാത്രം ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ. ഒരു എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ. If in A is equal to 10. If in A is equal to 10. ഇപ്പോൾ എ എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ ടൈപ്പ് എന്താണ്? ഇൻറ്റിജർ ടൈപ്പാണെന്ന് 10 എന്നുള്ള വാല്യൂ ഞാൻ എയിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഞാൻ ഇഫ് ബ്ലോക്ക് യൂസ് ചെയ്യണം. ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു, ഗ്രേറ്റർ ദാൻ 5. എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ സി ഔട്ട് ഈ ബ്രേസസ് കൊടുക്കുന്നത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഒന്നീ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നെങ്കിൽ മാത്രം നമുക്ക് ഈ ബ്രേസസ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബ്രേസസ് കൊടുക്കണമെന്ന് നിർബന്ധം ഇല്ല. പറയുന്ന പോയിന്റ് മനസ്സിലായോ? ഈ ബ്രേസസ് കൊടുക്കുന്നത് ഒന്നീ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നെങ്കിൽ മാത്രം. ഇവിടെ തൽക്കാലം ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബ്രേസസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൊടുത്താലും കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒന്നീ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു ഗിവ് ബ്രേസസ്. അതർവൈസ് യു ഡോണ്ട് നീഡ് ടു ഗിവ് ദ ബ്രേസസ്. നിങ്ങൾക്ക് ആ ബ്രേസസ് കൊടുക്കണമെന്ന് നിർബന്ധം ഇല്ല. അതാണ് പറയുന്നത്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ആ കണ്ടീഷൻ റിസൾട്ട് ട്രൂ ആണെങ്കിൽ ഈ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് പറയുന്നത്. ആദ്യം എയ്ക്ക് നമ്മൾ 10 എന്നുള്ള വാല്യൂ കൊടുത്തു, ഓഫ് ടൈപ്പ് ഇൻറ്റിജർ. അതിൻ്റെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, എ ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 ആണെന്ന് ചെക്ക് ചെയ്തു. ആണെങ്കിൽ സി ഔട്ട് എ പ്രിൻറ്റ് ചെയ്യാൻ. ഔട്ട്പുട്ട് എന്താ കിട്ടും? ഈ കണ്ടീഷൻ ട്രൂ ആണല്ലേ, എ 5 ഗ്രേറ്റർ ആണ്. ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ ഫോൾസ് ആയിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇത് കഴിഞ്ഞിട്ട് വരുന്ന എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണോ അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയതുകൊണ്ട് ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈ സി ഔട്ട് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് ഫോൾസ്, ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. ഇതിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൺട്രോൾ പോകും. ഇതാണ് സിമ്പിൾ ഇഫ്. അപ്പോൾ ഹിയർ if the condition is true, condition means test expression. If the condition, like test expression തന്നെ എഴുതുക. If the test expression evaluates true, then statements associated with if is executed. Here, if the test expression evaluates true, then statement associated with the if is executed. അതാണ് ഈ നേരത്തെ പറഞ്ഞ കാര്യം. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റോ സ്റ്റേറ്റ്മെൻറ്റ്സോ എക്സിക്യൂട്ട് ചെയ്യും. അത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ
ആ ഇഫ് ബ്ലോക്കിനകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, ചെയ്യാതെ അതിന് തൊട്ട് താഴെ കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. അടുത്ത പറയുന്നത് ഇഫ് എൽസ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എൽസ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് സിൻടാക്സ്. if test expression statement block 1, else statement block 2. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഈ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുമല്ലോ, ഒരു കണ്ടീഷൻ പറഞ്ഞ് നമ്മളോട് കൊടുക്കും. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ അവിടെ കൊണ്ട് സെമിക്കോൾ ഇടരുത്. ആ കണ്ടീഷൻ അല്ലെങ്കിൽ ആ ടെസ്റ്റ് എക്സ്പ്രഷൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊണ്ടുവന്ന് സെമിക്കോൾ ഇടരുത്. അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിന് മാത്രമേ സെമിക്കോളൻ ഇടാവൂ. അതായത് ഇഫും എൽസും ഒക്കെ കീവേഡ്സാണ്. ഇവിടെ കൊണ്ട് സെമിക്കോൾ ഇടാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തുള്ള ബ്ലോക്കിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിന് മാത്രമേ നമ്മൾ സെമിക്കോളം വെച്ച് ടെർമിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ. പലരും ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇവർ ഇഫ് എഴുതിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എറർ വരും. ഇവിടെ നമുക്ക് സെമിക്കോളൻ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ എൽസിൻ്റെ അവിടെയും കൊണ്ടുവന്ന് സെമിക്കോളൻ യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് നിന്നൊക്കെ സെമിക്കോളൻ യൂസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇതിനൊരു എക്സാമ്പിൾ എഴുതാം. ഓക്കെ. ഇൻ സ്കോർ ഈസ് ഈക്വൽ ടു 80. int score is equal to 80. int score is equal to 80. സോറി, അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഇൻ ദ കേസ് ഓഫ് if else block in the case of if else block, if the test expression is true, if the condition test expression പറയുന്ന വേറൊരു പേരാണ് condition. If the condition is true, statement block 1 will be executed. If the condition is false, statement block 2 will be executed. മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്നേക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ, എക്സാമ്പിളാണ്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് സ്കോർ ഓഫ് ടൈപ്പ് ഇൻറ്റീജർ, അതിൻ്റെ വാല്യൂ എത്രയാണ്? 80 ആണ്. 80 എന്നുള്ള വാല്യൂ ഞാൻ സ്കോർ എന്ന വേരിയബിളിൽ ഞാൻ സ്റ്റോർ ചെയ്തു. അടുത്ത ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകണം. if score is greater than 80, if score is greater than 80, നമ്മൾ കൊടുത്ത് greater than 18, അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഞാൻ ചുമ്മാ ബ്രേക്സ് കൊടുക്കുകയാണ്. സി ഔട്ട് പാസ്റ്റ്, else see out failed.
നമ്മൾ ആദ്യം സ്കോർ എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ ടൈപ്പ് എന്താണ്? ഇൻറ്റിജർ ടൈപ്പാണ്. അതിലേക്ക് ഞാൻ 80 എന്നുള്ള വാല്യൂ ഞാൻ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഈ സ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ 80 ആണല്ലോ, 18 ആണെങ്കിൽ സി ഔട്ട് പാസ്റ്റ്. ഈ കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ ഫോൾസ് ആയിരുന്നെങ്കിൽ എൽസ് പാർട്ട് വരുന്ന എൽസ് പാർട്ടിൽ കിടക്കുന്ന എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ് അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയി ഞാൻ കരുതുന്നു. ഇഫ് സ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ 80 സി ഔട്ട് പാസ്റ്റ്. ഇൻ ദിസ് കേസ് സ്കോറിൻ്റെ വാല്യൂ എത്രയാണ്? 80 ആണ്. 80 ഈസ് ഗ്രേറ്റർ ദാൻ 18 ആണ്. ആണെങ്കിൽ ആയതുകൊണ്ട് ട്രൂ ആയതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ ഫോൾസ് ആയിരുന്നെങ്കിൽ ഈ എൽസ് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് ഇഫ് എൽസ്. എല്ലാത്തിലും ജനറൽ സിൻടാക്സ് നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2. അപ്പം അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ എഴുതാൻ പോവാണ്. Here, if the test expression evaluates to true, then statement block 1 is executed. അതർവൈസ് ട്രൂ അല്ലെങ്കിൽ പിന്നെ എന്താകത്തുള്ളൂ? ഫോൾസേ ആവത്തുള്ളൂ. Otherwise statement block 2 will be executed. ഇതാണ് ഇഫ് എൽസ് പാർട്ട്. ഇഫ് എൽസ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് കഴിഞ്ഞിട്ട് വരുന്നുള്ള ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഇഫ് എൽസ്. ഓക്കെ, അടുത്ത പറയുന്നത് നെസ്റ്റഡ് ഇഫ്. അതായത് ഒരു ഇഫ് ബ്ലോക്കിനകത്ത് വേറൊരു ഇഫ് ബ്ലോക്ക് വരിക. ആൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് അനദർ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ആസ് നെസ്റ്റഡ് ഇഫ്. If an if statement is within another if statement, then it is called a nested statement. Nested if statement. അതിനൊരു സിൻടാക്സ് എഴുതാൻ പോവാണ്. if test expression 1 is
if test expression 2 statement 1 else statement 2 else body of else body of else body of else ശ്രദ്ധിച്ചു. ഇതൊരു ഇഫ് ബ്ലോക്ക് ആണല്ലേ. ഈ ഇഫ് ബ്ലോക്കിനകത്താണ് ഈ ഇഫ് ബ്ലോക്ക് കിടക്കുന്നത്, രണ്ടാമത്തെ ഇഫ് ബ്ലോക്ക് കിടക്കുന്നത്. അപ്പോൾ ഒരു ഇഫ് ബ്ലോക്കിനകത്ത് വേറൊരു ഇഫ് ബ്ലോക്ക് വരികയാണ്. അങ്ങനെ ഒരു ഉള്ളതിനാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 എന്ന് പറയുന്ന എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ 1 എന്ന് പറയുന്ന എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ കൺട്രോൾ എങ്ങോട്ട് വരും? ഈ ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് വരും. ടെസ്റ്റ് എക്സ്പ്രഷൻ 2 വരും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ 1 എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നെക്സ്റ്റ് ഒരു കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ചെക്ക് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ഫോൾസ് ആണെങ്കിൽ എൽസ് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻസ് എല്ലാം, ഈ രണ്ട് കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ എൽസ് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ പറയാം. ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷൻ 1 എക്സിക്യൂട്ട് ചെയ്യും. ചെയ്യുമ്പോൾ റിസൾട്ട് ട്രൂ ആണെങ്കിൽ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ കൺട്രോൾ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ 2 വരും. ഓക്കെ. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. ഈ രണ്ട് എക്സ്പ്രഷനും ട്രൂ അല്ല, ഫോൾസ് ആണെങ്കിൽ, ഇഫ് ഈ എക്സ്പ്രഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കും? ബോഡി ഓഫ് എൽസ് പാർട്ട്, ഈ എൽസ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ആദ്യം പറഞ്ഞ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആദ്യം പറഞ്ഞ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സെക്കൻഡ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട്, ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറയാം. ആദ്യത്തെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ, ആദ്യത്തെ കണ്ടീഷൻ്റെ റിസൾട്ട് ഫോൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്, ഈ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. എന്നിട്ട് നേരെ ഏത് എക്സിക്യൂട്ട് ചെയ്യും? എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ആദ്യം പറഞ്ഞതിൽ തിരുത്തുണ്ട് കേട്ടോ. ഓക്കെ. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതുകയാണ്. ഇൻ സ്കോർ ഈസ് ഈക്വൽ ടു 80. int score is equal to 80. If score is greater than or equal to 50, Cout passed. Sorry.
if score is greater than or equal to 60, see out passed with A grade. Else see out fail. ഓക്കെ, ആദ്യം സ്കോറിൻ്റെ വാല്യൂ എത്രയാണ്? 80 ആണ്. ഓക്കെ, 80 ആയതുകൊണ്ട് സി ഔട്ട് എന്ന പാസ്റ്റ് എന്നുള്ള ഗ്രേറ്റർ ദാൻ, അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇഫ് സ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50, സി ഔട്ട് പാസ്റ്റ്. See out fast. Okay. In this example, ഈ ഒരു എക്സാമ്പിളിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യും. 50 അല്ലെന്നുണ്ടെങ്കിൽ, ഇഫ് ഗ്രേറ്റർ ദാൻ 50 അല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കും? ഫെയിൽഡ് എന്ന് പ്രിന്റ് ചെയ്യും. ക്ലിയർ ആയോ? സി ഔട്ട് സ്കോറിൻ്റെ വാല്യൂ 50-നേക്കാളും കൂടുതലല്ലെങ്കിൽ എന്താ സംഭവിക്കും? എൽസ് പാർട്ട് എക്സിക്യൂട്ട്, സി ഔട്ട് സ്കോർ 50-നേക്കാളും കൂടുതലാണെങ്കിൽ സി ഔട്ട് പാസ്റ്റ് എന്ന് പ്രിന്റ് ചെയ്യും. അല്ല, 50-നേക്കാളും കുറവാണെങ്കിൽ ഈ എൽസ് പാർട്ട് സി ഔട്ട് ഫെയിൽഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലായോ? ഈ കണ്ടീഷൻ ഫോൾസ് ആയിരുന്നെങ്കിൽ, ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും, ഇല്ലെങ്കിൽ സി ഔട്ട് പാസ്റ്റ് എന്ന് എക്സിക്യൂട്ട് ചെയ്യും. ഞാൻ വേറൊരു ഈ കോഡിന് ഈ രീതിയിലൊന്ന് ഞാൻ മാറ്റാൻ പോവാണ്. ഓക്കെ, ആദ്യം ഒരു കണ്ടീഷൻ എഴുതിക്കാം. ഈ സ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ 50 ആണ്. ഓക്കെ, സ്കോർ ഗ്രേറ്റർ ദാൻ 50 ആണല്ലോ. ആണെങ്കിൽ ഒരു കണ്ടീഷൻ ഞാൻ പിന്നെയും കൊടുക്കുകയാണ്. ഇഫ് സ്കോർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80 ആണെങ്കിൽ സി ഔട്ട് പാസ്റ്റ്.
C out passed. Else C out failed. In this case ആദ്യം ചെക്ക് ചെയ്യും സ്കോറിൻ്റെ 8 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ ചെക്ക് ചെയ്യും. ആണെങ്കിൽ അടുത്തൊരു കണ്ടീഷനിലേക്കാണ് വരുന്നത്. സ്കോർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80 ആണോ? 50 80യേക്കാളും കുറവാണ്. അങ്ങനെയാണെങ്കിൽ സി ഔട്ട് പാസ്ഡ് അല്ലെങ്കിൽ സി ഔട്ട് ഫെയിൽഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒരു കണ്ടീഷൻ കൂടെ ഞാൻ ചുമ്മാ എഴുതി കൊടുത്തു. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, മനസ്സിലാക്കാൻ ചെറിയൊരു തെറ്റുകളുണ്ട്. അത് മനസ്സിലാക്കാൻ തൽക്കാലം നിങ്ങൾ പഠിക്കുക. നിങ്ങൾ അവിടെ നമ്മൾ കണ്ടീഷൻ ആൻഡ് ഇട്ട് കൊടുക്കേണ്ടി വരും. പക്ഷെ ഞാനിപ്പം തൽക്കാലം കൊടുക്കുന്നില്ല. നിങ്ങൾ തൽക്കാലം ഇങ്ങനെ പഠിച്ചാൽ മതി. സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50, ഇഫ് സ്കോർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80, സി ഔട്ട് പാസ്ഡ് അല്ലെങ്കിൽ സി ഔട്ട് ഫെയിൽഡ്. ഞാൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. ഈ ഇതിൻ്റെ ഇത്രയാണ് സെക്കൻഡ് ഇന്നർ ഇൻഫിൻ്റെ ബ്ലോക്ക്. ഈ കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഇതാണ്. ആൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് within another if statement. Then it is called a nested if. ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്താണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയും. ഓക്കെ, അടുത്ത എൽസ് ഇഫ് ലാഡർ. എൽസ് ഇഫ് ലാഡർ അതിൻ്റെ അല്പം വലിയൊരു സിൻടാക്സ് ആണ് എൽസ് ഇഫ് ലാഡർ. ഇതിന് പറയുന്ന വേറൊരു പേരാണ് ഇഫ് എൽസ് ഇഫ്. എൽസ് ഇഫ് എന്നും പറയും. ഇഫ് എൽസ് ഇഫ് ഇങ്ങനെയുണ്ട്. ഇഫ് എൽസ് ഇഫ്, എൽസ് ഇഫ് ലാഡർ അല്ലെങ്കിൽ ഇഫ് എൽസ് ഇഫ്. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ജനറൽ സിൻടാക്സ് ആണ്. സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1. else if test expression 2.
statement block 2. എത്ര എൽസ് ഇഫ് പാർട്ട് വേണേലും വരാം. അടുത്ത എൽസ് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 3 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 3. else statement block n. ഇതാണ് എൻ്റെ ജനറൽ. ഇവിടെ നടക്കുന്നത് നമ്മൾ മേളിൽ താഴോട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഓക്കെ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ബാക്കി താഴെ കിടക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. ഈ കണ്ടീഷൻ ഫസ്റ്റ് എക്സ്പ്രഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ഇൻ ദിസ് അതർ കേസ് ഇഫ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഈസ് ഫോൾസ്, ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 എന്ന് പറയുന്നത് ഫോൾസ് ആണെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ 2 എക്സിക്യൂട്ട് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ഫോൾസ് ആണെങ്കിൽ നെക്സ്റ്റ് എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ടെസ്റ്റ് എക്സ്പ്രഷൻ 3 എക്സിക്യൂട്ട് ചെയ്യും. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ 3 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3 എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ എത്ര എൽസ് ഇഫ് പാർട്ട് വേണമെങ്കിലും വരാം, എത്ര എൽസ് ഇഫ് പാർട്ട് വേണമെങ്കിലും വരാം. ഒരു ടെസ്റ്റ് എക്സ്പ്രഷനും ട്രൂ അല്ലെങ്കിൽ എൽസ് പാർട്ട് വരുന്ന ആ പർട്ടിക്കുലർ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് n എക്സിക്യൂട്ട് ചെയ്യും. ഒന്നും കൂടെ ഞാൻ പറയാം. ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷൻ 1 എക്സിക്യൂട്ട് ചെയ്യും, ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും, ബാക്കി താഴെ കിടക്കുന്ന ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ആദ്യത്തെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ, അത് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എൽസ് ഇഫ് പാർട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 എക്സിക്യൂട്ട് ചെയ്യും, ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ട്രൂ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും, ബാക്കി താഴെ കിടക്കുന്നൊന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ 3 എക്സിക്യൂട്ട് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ 3 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3 എക്സിക്യൂട്ട് ചെയ്യും. ഈ പറഞ്ഞ ടെസ്റ്റ് എക്സ്പ്രഷൻസ് ഒന്നും തന്നെ ട്രൂ ആവുന്നില്ല, എല്ലാം തന്നെ ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും. എത്ര എൽസ് ഇഫ് വേണമെങ്കിലും വരാം. ഓക്കെ, int score is equal to 50. If score is greater than or equal to 80, Cout A grade. Cout A grade. Okay. Else if
score greater than or equal to 60. C out B grade. Else if score greater than or equal to 40. ശ്രദ്ധിച്ചോ, ആദ്യം ഞാനൊരു വാല്യൂ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് സ്കോർ ഓഫ് ഇൻറ്റിജർ ടൈപ്പ് അതിൽ 50 എന്നുള്ള വാല്യൂ എക്സിക്യൂട്ട് ചെയ്തു. ഇഫ് സ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80, സ്കോറിൻ്റെ വാല്യൂ 50 ആണ്, 50 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80 ആണ് ആയിരുന്നെങ്കിൽ, ഇപ്പം അല്ലാത്തത് കൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. സി ഔട്ട് എ ഗ്രേഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാതെ അടുത്ത കണ്ടീഷനിലേക്ക് വരും. ഇവിടെ ചെക്ക് ചെയ്യും. എൽസ് ഇഫ് 50 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണോ? അല്ല. അപ്പോൾ എന്തോ സംഭവിക്കും? ഈ സി ഔട്ട് ബി ഗ്രേഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. അടുത്ത കണ്ടീഷനിലേക്ക് വരും. ഈ 50 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണോ? ആണ്. ആയതുകൊണ്ട് സി ഔട്ട് സി ഗ്രേഡ്, സി ഔട്ട് സി ഗ്രേഡ് എന്ന് എനിക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഔട്ട്പുട്ട് സി ഗ്രേഡ് എന്ന് എനിക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആദ്യം 50 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 80 ആണോ ചെക്ക് ചെയ്യും. അല്ലാത്തതുകൊണ്ട് ഫോൾസ്, ആ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് സി ഔട്ട് എ ഗ്രേഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ചെയ്യാതെ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. 50 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണോ? അല്ല. അതുകൊണ്ട് സി ഔട്ട് ബി ഗ്രേഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാതെ അടുത്ത കണ്ടീഷനിലേക്ക് കൺട്രോൾ വരും. സ്കോർ 50 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 40 ആണോ? ആണെങ്കിൽ അതിന് തൊട്ട് താഴെ കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സി ഔട്ട് സി ഗ്രേഡ്. അപ്പോൾ എനിക്ക് സി ഗ്രേഡ് എന്ന് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഈ കണ്ടീഷൻസ് എല്ലാം ഫോൾസ് ആണ്. ഈ കണ്ടീഷൻ എല്ലാം ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ട് വരുന്ന എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്കോർ ഈക്വൽ 20 ആണെന്നുണ്ടെങ്കിൽ എന്തോ സംഭവിക്കും? ഈ സി ഔട്ട് ഡി ഗ്രേഡ് എന്ന് ഔട്ട്പുട്ട് ചെയ്ത് കിട്ടും. ഇതാണ് എൽസ് ഇഫ് ലാഡർ, അല്ലെങ്കിൽ ഇഫ് എൽസ് ഇഫ് എന്ന് തന്നെ പറയും. എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്ന വേറൊരു പേരാണ് ഇഫ് എൽസ് ഇഫ്. ഓക്കെ, ഇതാണ് 4 സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സിമ്പിൾ ഇഫ്, അടുത്ത ഇഫ് എൽസ്, അടുത്ത നെസ്റ്റഡ് ഇഫ്, അടുത്ത ഇഫ് എൽസ് ലാഡർ. ഈ 4 എണ്ണമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഇഫ് പഠിക്കാൻ ഉള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡെഫിനിഷൻ ഞാൻ എഴുതാൻ പോവാണ്.
if a condition means test expression. Test expression പറയുന്ന വേറൊരു പേരാണ് condition. If a condition is found true, if a condition is found true, the statement associated with it is executed. If a condition is found true, the statement associated with it is executed. ഏതെങ്കിലും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ കണ്ടീഷൻ്റെ കൂടെ ചേർന്ന് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി ലാഡേഴ്സ് ഈസ് ബൈപാസ്ഡ്. ബാക്കിയുള്ള ഒരു കണ്ടീഷനും എക്സിക്യൂട്ട് ചെയ്യില്ല. ആൻഡ് the rest, ബാക്കിയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി ലാഡർ ഈസ് ബൈപാസ്ഡ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന് തൊട്ട് താഴെ കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിന് താഴെ കിടക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യില്ല. If all the condition is false, then statement in the else part will be executed. Then statements in the else part will be, ഏതെങ്കിലും എൽസ് ഇഫ് ലാഡറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ കൂടെ ആ ട്രൂ ബ്ലോക്കിനകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ബാക്കിയെല്ലാം ബൈപ്പാസ്, ബാക്കി കിടക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ബൈപ്പാസ് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യാതെ, ബൈപ്പാസ് മീൻസ് എക്സിക്യൂട്ട് ചെയ്യാതെ വിടും. നമ്മൾ ആ ഇഫ് എൽസ് ലാഡറിനകത്ത് കൊടുക്കുന്ന കണ്ടീഷൻസ് എല്ലാം തന്നെ ഫോൾസ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽസ് പാർട്ടിൽ കിടക്കുന്ന ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് എൽസ് ഇഫ് ലാഡർ. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് ഇഫ് പഠിക്കാനുള്ളത്. ഇഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇഫ് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഇഫ്, എൽസ് ഇഫ്, എൽസ് ഇഫ് അല്ല ഇഫ് എൽസ്, അടുത്ത നെസ്റ്റഡ് ഇഫ്, എൽസ് ഇഫ് ലാഡർ, അല്ലെങ്കിൽ ഇഫ് എൽസ് ഇഫ് എന്ന് പറയാം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അടുത്ത ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നതായിരിക്കും.